പൊതുജനങ്ങൾ വെറും വിഡ്ഢികളാക്കുകയാണ്, കഴുതകളാക്കുകയാണ്. അതൊരു സിനിമയുടെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ കഴുതകളാക്കും. സിനിമ കൊള്ളാം. എനിക്ക് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്ക് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രാമ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നി. അല്ലാതെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. പഞ്ച് ഡയലോഗ്സ് ഒക്കെ വർക്കായപ്പോൾ സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗ്സ് അടിപൊളിയായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഒരു സുരേഷ് ഗോപിയുടെ കോട്ട് ഡ്രാമ മൂവീസ് കാണുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇതിലെടുത്ത് പറയാനുള്ളത് സുരേഷ് ഗോപി തന്നെയാണ്. ബാക്കിയുള്ളത് ഓക്കെയാണ്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആവറേജ് റെസ്പോൺസ് കാര്യങ്ങളേ ഉള്ളൂ. ഭയങ്കരമായ ഒരു രീതിയല്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ഒരു അവിയൽ പരുവമൊക്കെ ആക്കിയ ഒരു ലെവലിലാണ് എടുത്തിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ ആക്ടിങ്ങും എല്ലാം ഒക്കെ വേറെ ലെവലാണ്. പക്ഷേ പാർട്ടി വൈസ് ഉള്ളത് കൊണ്ട് സുരേഷ് ഗോപി പറയുമ്പോൾ അത് പാർട്ടിയായിട്ട് ഫീലിയേഴ്സ് ആയതുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത് എനിക്ക് പറയണം, സുരേഷ് ഗോപിയുടെ സ്കോർ ചെയ്ത് അല്ലാതെ സുരേഷ് ഗോപിയുടെ പടം കൊള്ളാം. നല്ലൊരു പടം, നല്ല പടം. പേര് മാറ്റേണ്ട ആവശ്യമല്ലോ? ഇല്ല, ഒരാവശ്യമില്ല. അടിപൊളി. സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. നല്ല സസ്പെൻസ് ആണോ? ലാസ്റ്റ് സസ്പെൻസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല സിനിമയാണ്. ഒരു സോഷ്യൽ റെലവൻസിനെ പറ്റിയ ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഇന്നാണ് റിലീസ്. ആക്ച്വലി ക്രൗഡ് കുറവായിരുന്നു. പക്ഷെ നമ്മുടെ യൂഷ്വൽ സുരേഷ് ഗോപി, പണ്ടത്തെ സുരേഷ് ഗോപി ഉണ്ടല്ലോ, നല്ല പഞ്ച് മാസ് ഡയലോഗൊക്കെ ഉള്ളത്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അനുപമ പരമേശ്വരൻ, പുള്ളിക്കാരത്തിയുടെ ആക്ടിങ് ഭയങ്കര നല്ല സൂപ്പർ ആക്ടിങ് ആണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവി, മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം. ബിക്കോസ് നമുക്കറിയാത്ത കുറേ ലോ പോയിന്റ്സ്, അതായത് ഇങ്ങനെ ലോ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂവിയാണ്. ഒരു വിവാദത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ആ വിവാദം ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെടുത്ത് ആൻസർ ചെയ്യണം. സെൻസർ ബോർഡാണെങ്കിലും ആരാണെങ്കിലും നമ്മളെടുത്ത് ആൻസർ ചെയ്യണം. കാരണം അങ്ങനെ ഒരു പേര് കൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കുന്ന സിനിമയൊന്നുമല്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് അവർ ആൻസർ ചെയ്യേണ്ടത്. ബിക്കോസ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റ് തീർച്ചയായിട്ടും സിനിമാ പ്രേമികളെ മണ്ടന്മാരാക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്തത്. സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാനടക്കം നിങ്ങളടക്കം കൊടുക്കുന്ന ടാക്സിന്റെ മുകളിലാണ് ആ സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നത് നമ്മുടെ, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഉണ്ടോ? എനിക്ക് എന്തായാലും സെൻസർ ബോർഡ് അല്ലേ, അത് അവർ നമ്മളെ ബോധിപ്പിക്കണം. അങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ തക്ക ഒരു സാധനം ഇതിനകത്തില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത്? അവരെന്തിനാണ് ഈ ഒരു വിവാദം ഉണ്ടാക്കിയത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് പറയുന്ന തന്നെ ഡയലോഗ് ഞങ്ങളുടെ കൊടുക്കുകയാണ്, നമ്മൾ പൊതുജനങ്ങൾ വെറും വിഡ്ഢികളാക്കുകയാണ്, കഴുതകളാക്കുകയാണ്. അതൊരു സിനിമയുടെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ കഴുതകളാക്കും. ഇത് പൊളിറ്റിക്കൽ തന്നെയല്ലേ? സുരേഷ് ഗോപി പക്കയായിട്ട് അവസാനം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഇതിനകത്ത് പറയുന്നുണ്ട്. അടിപൊളി പടം, മസ്റ്റ് വാച്ച് പടമാണ്. എന്താ പറയുക, ഒരു സുരേഷ് ഗോപി പുള്ളി ഒരു നല്ലൊരു മാസ് എൻ്റർടൈനിങ് മാസ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഡെലിവറി. അത് പുള്ളി പണ്ടേ ഡയലോഗ് ഡെലിവറിയുടെ ആളാണ് പുള്ളി. മാസ് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ അടിപൊളിയാണ് പുള്ളിയുടെ ആ ഒരു ഇത്. പിന്നെ അബൌട്ട് ദ ഫിലിം അടിപൊളി പടം, അടിപൊളി ഫിലിം. ലൈക്ക് ഒരു മാസ് എൻ്റർടൈനർ, ഒരു ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അനുപമ, പുള്ളിക്കാരിയുടെ ആക്ടിങ് ഈസ് ലൈക്ക് മാർവലസ്. ലൈക്ക് ഈവൻ പുള്ളിക്കാരി ചുമ്മാതെ ഡയലോഗ് ഇല്ലാതെ വെറുതെ ഇരുന്നാലും വി കുഡ് ഫീൽ ദാറ്റ് പുള്ളിക്കാരുടെ ആക്ടിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അടിപൊളി, നമുക്ക് പറയില്ല. നല്ല പടമായിരുന്നു ബ്രോ. നല്ലൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സമൂഹത്തിൽ. ഒരു പേര് മാറ്റേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നു. ഇല്ല, അത് സിനിമയായിട്ട് കാണണം. കാര്യം സിനിമയാണ്, കഥയിൽ ചോദ്യമില്ല. നല്ല സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. നല്ലൊരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയാം. പിന്നെ നല്ലൊരു ത്രില്ലർ ഫിലിം എന്ന് പറയാം. പിന്നെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ പാട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും വളരെ നല്ല അഭിനയമാണ്. അനുപമ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മുഴുനീള കഥാപാത്രം ഇതാദ്യമായിട്ടാണ് കിട്ടുന്നത്. അവർ ചെറിയ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം പല സിനിമയിൽ പോയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് കഥയും തിരക്കഥയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ള ഒരുപാട് പഞ്ച് ഡയലോഗ്സ് സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപിയുടെ അനുപമയുടെയും പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഇത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെയൊക്കെ വിമർശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിനെ നമ്മൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്. നല്ല മൂവിയാണ്.